പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്കുകൾ എല്ലാവരും കോമണായിട്ട് അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം ലൈറ്റ് വൈബ്രേഷൻ. വണ്ടിക്ക് അനാവശ്യമായിട്ട് പെട്ടെന്ന് ഷോറൂം ഇറക്കിയുള്ള വണ്ടി നല്ല സ്മൂത്ത് ഇല്ലാതാവുക, കുറച്ച് ഓടിക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവുക, മൈലേജ് ഡ്രോപ്പ് ആവുക. ഈ രണ്ട് കാരണങ്ങൾ മെയിൻ കാരണം ഈ സ്വിച്ചാണ്, സീറ്റിൻ്റെ അടിയിൽ വരുന്ന ഈ സ്വിച്ചാണ്. മിക്കവാറും വർക്ക്ഷോപ്പുകാർ കൂടുതലും എക്സൈറ്റ് സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് ഒഴിവാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് എന്താണ് വർക്കിംഗ് കൂടെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇതൊരു ത്രോട്ടിൽ പൊസിഷൻ സ്വിച്ചാണ്, ഇത് TPS സ്വിച്ച് എന്ന് അതിനെ പറയാം. അതായത് നമ്മൾ ആക്സിലേഷൻ ഉണ്ടല്ലേ, ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ത്രോട്ടിൽ നമ്മൾ ഓപ്പൺ ആവുന്നത്, എത്രത്തോളം ത്രോട്ടിൽ ഓപ്പൺ ആവുന്നുണ്ട് എന്നുള്ളത് TCI യൂണിറ്റിനെ അറിയിക്കുക. ഇപ്പോൾ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ECM ആണ് വന്നത്. പിന്നെ അതുമാതിരി ത്രോട്ടിൽ പൊസിഷൻ സ്വിച്ചിൻ്റെ ഇപ്പം ഏറ്റവും വേർഷനായിട്ടുള്ളത് ത്രോട്ടിൽ പൊസിഷൻ സെൻസറാണ്. അപ്പോൾ അതിൻ്റെ സെയിം വർക്കിംഗ് തന്നെയാണ് ഈ ഒരു സ്വിച്ചിലൂടെ നടക്കുന്നത്. ഇതൊരു ടോട്ടൽ പൊസിഷൻ സ്വിച്ചും ടോട്ടൽ പൊസിഷൻ സെൻസറും ശരി സെയിം വർക്കിംഗ് ആണ്, കുറച്ച് അഡ്വാൻസ് ടെക്നോളജിയാണ് മറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഈ ഒരു സിസ്റ്റമാണ്. ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഈ പൊങ്ങുന്നതിനനുസരിച്ച് കാർബേറ്ററിൻ്റെ അത് പൊങ്ങുന്നതിനനുസരിച്ച് ഇതും പൊങ്ങും. ഇത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അപ്പോൾ ഈ കറക്റ്റ് പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആക്സിലേഷൻ കേബിൾ മാറ്റുന്ന സമയത്ത്, സർവീസ് മാറ്റുന്ന സമയത്തോ സർവീസ് ചെയ്യുന്ന സമയത്തോ നല്ല രീതിയിൽ അതിൻ്റെ കറക്റ്റ് ട്യൂണിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്, അത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിൻ്റെ ലൈറ്റായിട്ടുള്ള വൈബ്രേഷനും കുറയും, വണ്ടിക്ക് മൈലേജും ഉണ്ടാവും. അവിടെ TCI യൂണിറ്റ്, ഇതിൻ്റെ ഉള്ളിൽ TCI യൂണിറ്റിലേക്ക് പോണത് ഈ ഒരു കണ്ടല്ലേ, ആ വയർ വലിക്കുമാറിയാണ് ഈ TCI ഈ റെഡ് കപ്ലറിലേക്കാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷനാണ് മിക്കവാറും വണ്ടികളിലെ ആളുകൾ ഒഴിവാക്കി വിടുന്നത് അല്ലേ. അപ്പോൾ മെയിനായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള, ഈ സ്വിച്ചിന് വളരെ നിസ്സാര പൈസയുള്ളൂ, 100 രൂപ വരുന്നുള്ളൂ ഈ സ്വിച്ചിന്. ഈ സ്വിച്ച് റീപ്ലേസ് ചെയ്യുക, ഒരു പഴയ വണ്ടി റീപ്ലേസ് ചെയ്യുക നന്നാവും, അതിൽ വെള്ളം കയറിയിട്ട് നാശമായിട്ടുണ്ടാവും. ആ റീപ്ലേസ് ചെയ്യുന്നതിന് ശേഷം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയുന്ന ആളെടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, അതായത് വണ്ടിക്ക് വൈബ്രേഷൻ കുറയും, വളരെയധികം കുറയും, അതുമാതിരി തന്നെ വണ്ടിക്ക് മൈലേജും ഉണ്ടാവും. കാരണം ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവിൽ കറണ്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.